ഡ്രൈവിങ്ങും മനസ്സും. മിക്കവാറും എല്ലാവർക്കും, ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരാണ്. ഇതിപ്പോൾ ലൈസൻസ് എടുക്കേണ്ട പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞു കുട്ടികൾ വരെ, കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 4, 5 പഠിക്കുന്ന കുട്ടികൾ വരെ വണ്ടി ഓടിക്കും. അതായത് അമ്മമാർക്കൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ അവരത് ഓടിക്കാൻ അറിയാം. കാരണം ഞാൻ ഞങ്ങൾ പഴനിക്ക് പോയ സമയത്ത് അവിടെ ഇതുപോലെ തന്നെ അവിടെ കൂടുതലും ഇവിടെ നമ്മുടെ നാട്ടിൽ ഡ്രൈവിങ് പഠിക്കുന്ന ടൈപ്പിൽ വണ്ടി ഉണ്ടല്ലോ, അതാണല്ലോ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കട നടത്തുന്നു, എന്തോ ഫുഡ് ഉണ്ടാക്കുന്നതാണ്, അച്ഛനും അമ്മയും കുട്ടിയുണ്ട്. അങ്ങനെ ഒരു 4, 5 ആണെന്ന് തോന്നുന്നത് പടി. കാല് പോലും താഴെ എത്തത്തില്ല സീറ്റിലിരുന്നുകൊണ്ട്. എങ്കിലും അവൻ എങ്ങനെയൊക്കെയോ അത് സ്റ്റാർട്ട് ചെയ്ത് ആ വണ്ടിയിൽ അങ്ങനെ പോവുകയാണ് യാത്ര. അപ്പം ഞാനത് കുറച്ച് നേരം നോക്കി, ഇതുവരെ കൊള്ളാമല്ലോ. അപ്പം വീട്ടുകാർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും ഈ നിയമങ്ങളെന്നൊക്കെ പറയുന്നത് വെറും നിസ്സാരമായ കാര്യമാണ്. ഇത്തിരി പൈസ കൊടുത്തു കഴിഞ്ഞാൽ മിക്ക പ്രശ്നങ്ങളിൽ നിന്നും ഊരി വരാവുന്നതൊക്കെ ഉള്ളൂ. അത് നമുക്ക് അറിയാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിലാണ് കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, ഹെൽമെറ്റും മറ്റു കാര്യങ്ങളൊക്കെ. അവിടെ പോയപ്പോഴത്തേക്കും വേറായിട്ട് എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് കോളേജിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം ബസ് കാത്ത് നിൽക്കുകയാണ്. ഒരു മരം പോലും ഇല്ല. ഈ കുട്ടികൾ ഈ നട്ട വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് 4 മണിയൊന്നും ആയിട്ടില്ല, അതിന് മുമ്പുള്ള ടൈമാണ്. ആ വെയിലത്ത് അതുങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. കുടയൊന്നും ഇല്ല അവർക്ക്. ഒരാൾ സ്ട്രോങ് ആണ്, അവർക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലോ, ഇപ്പോൾ ഈ റോഡ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ മരങ്ങൾ വെട്ടിക്കളഞ്ഞു, അതുകൊണ്ടുള്ള പ്രശ്നം. ഇല്ലെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങൾ കാണും. മിക്കവാറും എല്ലാവരും മരത്തിൻ്റെ തണലിലൊക്കെ ആയിരിക്കും നിൽക്കുക. പക്ഷേ ഇപ്പം മരം എന്ന് പറയുന്നത് ഇനി റോഡ് പണിത് കഴിഞ്ഞ് വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ വരണം. പക്ഷെ തമിഴ്നാട്ടിലും കുറേയധികം ഞങ്ങൾ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുറേയൊക്കെ സ്ഥലത്തൊക്കെ നല്ല ഭംഗിയാണ്. ചില സ്ഥലത്ത് വെറും തരിശു പോലെ ഇങ്ങനെ കിടക്കുകയാണ്. വീടുകളൊക്കെ ഉണ്ട്, വീടിൻ്റെ വാതിൽക്ക് ഒന്നും ഒരു മരമോ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വീടുകൾ. അതായിരിക്കും ആ നാട്ടിൽ അത്രയും ചൂടും കൂടി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് മരം ഒരു വരം തന്നെയാണ്. അത് നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും മരം ഒരു വലിയ വരം തന്നെയാണെന്ന്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ലൈസൻസിൻ്റെ കാര്യം പറയണം. എന്തുകൊണ്ടാണ് ഈ ലൈസൻസ് എടുത്തവർ എല്ലാവരും വണ്ടി ഓടിക്കാത്തവർ? ഇവിടെ അടുത്ത് 2 പെൺകുട്ടികളുണ്ട്. അപ്പം അവർ 2 പേരും 4 വീലർ എടുത്ത് ലൈസൻസ് 2, 4 കൂടെ എല്ലാവരും അങ്ങ് എടുക്കുന്നത്, അതാണ് ലാഭം എന്നുള്ളത്. അവർ പഠിക്കുകയൊക്കെ ചെയ്യും. വീട്ടിലൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ ആദ്യമൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും പോകത്തില്ല. എല്ലാവർക്കും വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഒരയുവോ തട്ടുവോ എന്നൊക്കെയുള്ള പേടി കാരണം ചിലർ വണ്ടി കൊടുക്കുകയില്ല. അപ്പോൾ ഇവർ പഠിച്ചത് വെറുതെ. 2 വീലർ പിന്നെ അങ്ങ് ഓടിക്കും, വലിയ പ്രശ്നമില്ല. ചില മിക്കവാറും പേര് സ്ത്രീകൾ 2 വീലറിൽ ജോലിക്ക് പോകുന്നത്. 4 അറിയാമെങ്കിലും ഉപയോഗിക്കത്തില്ല. ചിലർക്ക് വണ്ടി വീട്ടിൽ കാണില്ല, ചിലർക്ക് വണ്ടി കൊടുക്കത്തില്ല. ചിലരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ പഠിച്ചിടും. ചിലർ കൈ തെളിയാനൊക്കെ പോകും. അങ്ങനെയൊക്കെ ചിലരൊക്കെ ഓടിക്കും. പക്ഷെ നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രായോഗികമല്ലാതാകും. കാരണം വാഹനമാണല്ലോ, അത് നമ്മൾ മാത്രമല്ലല്ലോ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളത്. അപ്പോൾ ആ ഒരു ഭയം കൊണ്ട് വണ്ടി ഓടിക്കാത്ത ചില പുരുഷന്മാർക്കും ഉണ്ട് വണ്ടി ഓടിക്കാൻ പേടി. ഇവിടെ അടുത്തൊരു ചേട്ടനും ചേച്ചിയുണ്ട്. ചേട്ടൻ പുറകിലിരിക്കും, ചേച്ചിയെന്നുണ്ട്. ഞാനത് ചോദിച്ചു, ചേട്ടന് വണ്ടി ഓടിക്കില്ല? ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഇവരുടെയൊക്കെ മനസ്സ് അത്ര ലോലമാണ്. ആ പേടിയിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത്. പിന്നെ ഒരു രസത്തിന് ഇത് പഠിക്കുന്നവരുണ്ട്. ആർക്കും പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ വീട്ടിലിരിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം മനസ്സിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവുകയെ പേടി. അപ്പോൾ എടുത്തവരെന്താണ്, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കുക. എനിക്കാണെങ്കിൽ ലൈസൻസുകളൊന്നുമേ ഇല്ല. ലൈസൻസുകളൊന്നുമേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇല്ല, 4 ഇല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് ആഗ്രഹിച്ചിട്ടില്ല. ഇവിടെ വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെ ആങ്ങളമാരൊക്കെ പറയും, ഇനി നീ ഒന്ന് ലൈസൻസ് എടുക്കണേ, കാറുണ്ടല്ലോ പഠിക്കാമല്ലോ, എന്നിട്ട് ഓടിക്കാമല്ലോ എന്നൊക്കെ പറയും. ഞാൻ പറയും, ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ പറയും നമുക്കൊരു വണ്ടി എടുക്കാം, കുഞ്ഞായിട്ട് നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോകാം,
വേണമെങ്കിൽ വീട്ടിലേക്ക് കിടക്ക് പോകാം. ഞാൻ പറഞ്ഞു എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറയും. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നു, പഠിപ്പിക്കാൻ പോകുമ്പോഴും സൈക്കിൾ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും എനിക്ക് സൈക്കിളാണ് ഭയങ്കര ഇഷ്ടം. വണ്ടി ഓടിക്കും, ടൂ വീലർ ഞാൻ ഓടിക്കും, അത്യാവശ്യമൊക്കെ കുറച്ച് ദൂരമൊക്കെ പോകും. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അധികം ദൂരം പോകാനും മടിയുണ്ട്, എങ്കിലും ഞാൻ ഓടിക്കും, എനിക്കിഷ്ടമൊക്കെയാണ്. പക്ഷേ എനിക്ക് ഒരു അങ്ങേയറ്റം വരെ ഇഷ്ടമെന്ന് പറയുന്നത് എനിക്ക് സൈക്കിളാണ്. സൈക്കിളിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, കാരണം അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ട്യൂഷൻ സെൻറ്ററിൽ പോയി ട്യൂഷൻ എടുത്തിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ആ വരവും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്ര ഫ്രീ ആണ്. എനിക്കുള്ള കാര്യങ്ങൾക്കുള്ള വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു നിശ്ചിത സമയമാകുമ്പം പോയാൽ മതി, തിരിച്ചു വരാം, വീട്ടിലേക്ക് വരാം. നമുക്ക് ഒരു ഒരു അംഗീകാരം സമൂഹത്തിൽ കിട്ടുന്നുണ്ട് ടീച്ചർ എന്നുള്ള. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തപ്പോൾ എനിക്ക് സൈക്കിളിനോടാണ് പ്രിയം. ഇന്നും ചില അച്ഛനമ്മമാർ, അതായത് ഭാര്യയും ഭർത്താവും കൂടെ സൈക്കിളിൽ പോകുന്നവരുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ ഒരു ചേച്ചി ഉണ്ട്, ചേച്ചിയും ഭർത്താവും. അവർ പണ്ട് തൊട്ടേ ഇങ്ങനെ നമ്മുടെ അടുത്തൊക്കെയാണ് ബന്ധുക്കളുടെ വീടൊക്കെ, അവർ സൈക്കിളിലേ പോവുള്ളൂ. ഇപ്പം പ്രായമായി സൈക്കിളിൽ ചവിട്ടാനും സൈക്കിളിൽ കയറാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ഓട്ടോയിലേക്ക് മാറി. എങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോഴും എനിക്ക് അങ്ങനെ പോകുന്നവരെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. ഒരു പ്രാവശ്യം ഇവിടുത്തെ അച്ഛന് സൈക്കിൾ പുതിയത് വാങ്ങിച്ച്, അപ്പം ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ എന്നെ വിളിച്ചപ്പം ഹസ്ബൻഡ് അച്ഛനോട് ബൈക്കിൽ വരുവാണ്, അപ്പം സൈക്കിൾ കൊണ്ടുവന്ന് ഇന്നടുത്ത് വെച്ചിട്ടുണ്ട്, പോയി എടുക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിവിടെ നിന്ന് റെഡിയായി പോയി ആ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഹസ്ബൻഡിനോട് എനിക്ക് വലിയ ആഗ്രഹമാണ് സൈക്കിൾ കയറാം, എന്നെയും കൂടെ പുറകെ വയ്ക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഇതുവഴിയൊക്കെ കുറച്ച് ദൂരമൊക്കെ ഒന്ന് സൈക്കിളിൽ യാത്ര ചെയ്ത് ഹസ്ബൻഡ് സൈക്കിളിൽ വിട്ട് ഞാൻ പുറകിലിരുന്ന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുഞ്ഞിലെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് സൈക്കിൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അന്നൊക്കെ അണ്ണന്മാർ എവിടെയെങ്കിലും പോകുമ്പം ഫ്രണ്ടിലത്തെ കമ്പിയിലാണ് നമ്മളെ കയറ്റിയിരുത്തുക. നമ്മൾ ചെറുതല്ലേ, എന്നിട്ട് അപ്പം ഫ്രണ്ടിൽ നമ്മൾ ഹാൻഡിലൊക്കെ നമുക്ക് പിടിക്കാമല്ലോ, അങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നത് എന്ത് സന്തോഷമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സൈക്കിളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വണ്ടികൾ വന്നാലും ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് സൈക്കിൾ ചവിട്ടാനാണ് ഇഷ്ടം. അപ്പം തീർച്ചയായിട്ടും ലൈസൻസ് എടുക്കുന്നവർ വണ്ടി ഓടിക്കണം. ഇല്ലാതെ എന്തിനാണ് വെറുതെ ലൈസൻസ് എടുത്തത്? പിന്നെ വീട്ടിൽ വണ്ടി ഉണ്ടായിട്ടും കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും അവർക്ക് വണ്ടി കൊടുക്കാനുണ്ടോ? നിങ്ങൾ അവരുടെ പേടി മാറ്റി അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വണ്ടി ഓടിക്കും. നിങ്ങളെ പേടിച്ചാണ് പലപ്പോഴും അവർ വണ്ടി ഓടിക്കാത്തത്. വണ്ടി എവിടെയെങ്കിലുമൊക്കെ മുട്ടുകയോ അറിയുകയോ ചെയ്യും. ഇപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ വണ്ടി മേടിച്ചപ്പോൾ ഇവിടെ വണ്ടി വാങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ടാറ്റ നെക്സോണാണ്. അപ്പം അത് വാങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇറക്കുന്ന കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് വീണു. ഞാനാണ് സൈഡ് പറഞ്ഞു കൊടുത്തത്. അപ്പം ഞാൻ വിചാരിച്ച രീതിയിൽ പുള്ളി വണ്ടി തിരിച്ചില്ല. അപ്പോൾ പക്ഷെ അതിങ്ങനെ നമ്മൾ ചെറിയ അത് മാറ്റാം. അപ്പം ഞാൻ കാരണമല്ലേ അങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു കൊടുത്തതിൽ ഉണ്ടായ ഒരു പിഴവ് കൊണ്ട് ഞാൻ നേരെ എന്നിട്ട് ഇച്ചിരി ഒന്ന് വളച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തുമല്ല ഞാനാണല്ലോ ശ്രദ്ധിക്കാതിരുന്നതെന്നുള്ള ഇത്. അപ്പം മുന്നോട്ട് വിളിച്ചപ്പം അവൻ പറഞ്ഞു വണ്ടിയാകുമ്പം തട്ടും മുട്ടും, ചിലപ്പോൾ വണ്ടി മൊത്തത്തോടെയേ നഷ്ടപ്പെടും, നമ്മളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയാണ്. അപ്പോൾ ഇതുപോലെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയാകുമ്പം എവിടെയെങ്കിലുമൊക്കെ തട്ടാനോ മുട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ നന്നായി ആഗ്രഹമുണ്ട്, ലൈസൻസ് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് സൈഡിലിരുന്ന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിജനമായ സ്ഥലങ്ങളിലെല്ലാം മൈതാനമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടെ എളുപ്പമാവുമല്ലോ. അപ്പോൾ നിങ്ങളിലൊന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവർ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഭാവിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. നമ്മൾ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ അവർക്ക് വാഹനം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല കേട്ടോ. ശരിയല്ലേ?